നമസ്കാരം. ഫ്രാൻസിനെ ഞെട്ടിച്ച് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഇടതു മുന്നേറ്റം പ്രവചിച്ച എക്സിറ്റ് പോളുകൾ. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പുറത്തു വന്ന മിക്ക എക്സിറ്റ് പോളുകളും ഇടത് പാർട്ടിക്കാണ് മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഒന്നാം ഘട്ടത്തിൽ തീവ്ര വലതുപക്ഷമാണ് മുന്നിലെത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോളുകൾ പ്രകാരം ഫ്രാൻസിൽ തൂക്കു മന്ത്രിസഭയ്ക്കാണ് സാധ്യതകൾ കൂടുതൽ. രണ്ടാം റൗണ്ട് വോട്ടെടുപ്പിൽ ഇടതുപക്ഷ ന്യൂ പോപ്പുലർ ഫ്രണ്ട് സഖ്യം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടും എന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. രണ്ടാം വോട്ടിംഗ് റൗണ്ടിൽ ന്യൂ പോപ്പുലർ ഫ്രണ്ടിന് പാർലമെന്റിൽ 180 മുതൽ 215 സീറ്റുകൾ നേടാനാകുമെന്ന ബ്രോഡ്കാസ്റ്റർ TF1 പ്രവചിക്കുന്നുണ്ട്. ഫ്രാൻസ് ടിവിക്ക് വേണ്ടിയുള്ള ഒരു ഇപ്സോസ് പോൾ ഇടതുപക്ഷ ഗ്രൂപ്പിന് 172 മുതൽ 215 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. സി ന്യൂസ് സർവേയുടെ അഭിപ്രായ വോട്ടെടുപ്പ് ന്യൂ പോപ്പുലർ ഫ്രണ്ട് 180 മുതൽ 210 സീറ്റുകൾ നേടുമെന്ന് പ്രവചിച്ചപ്പോൾ BFM TVയുടെ എലാപ് പോൾ 175 മുതൽ 205 സീറ്റുകളാണ് ഇടതിന് നൽകുന്നത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ സെൻട്രൽ ബ്ലോക്ക് രണ്ടാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ മറൈൻ ലെ പെന്നിന്റെ RN പാർട്ടിയേക്കാൾ വളരെ മുന്നിലാണെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നുണ്ട്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിക്ക് അങ്ങേയറ്റം നിരാശാജനകമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പാർട്ടിയിൽ അധികാരത്തിലെത്തുന്നതിൽ നിന്ന് തടയാനുള്ള ഇടതുപക്ഷത്തിന്റെയും മധ്യപക്ഷത്തിന്റെയും ശ്രമം വിജയിച്ചു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇടതുപക്ഷ NFP സഖ്യത്തിന് 172 മുതൽ 192 സീറ്റുകളും തീവ്ര വലതുപക്ഷ നാഷണൽ റാലിക്ക് 132 മുതൽ 152 സീറ്റുകളും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മധ്യപക്ഷ സഖ്യത്തിന് 150 മുതൽ 170 സീറ്റുകളും ലഭിക്കും എന്നാണ് പ്രവചിക്കുന്നത്. ഒരു സഖ്യത്തിനും കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന സാരം. നാഷണൽ റാലി ഫ്രഞ്ച് പാർലമെന്റിലെ ആദ്യത്തെ രാഷ്ട്രീയ ശക്തിയാകുമെന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെ എല്ലാവരും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം അട്ടിമറിക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ചിത്രം. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ നാഷണൽ പാർട്ടിക്കും അതായത് RNനും ഇടതുപക്ഷ ന്യൂ പോപ്പുലർ ഫ്രണ്ടിന് അതായത് NFP സഖ്യത്തിനും പിന്നിലായി നിലവിലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പാർട്ടി മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതിനിടെ ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇടതുപക്ഷ അനുഭാവികളുടെ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതേസമയം ഫ്രഞ്ച് പൗരന്മാർ അവരുടെ വോട്ടിലൂടെ തങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു എന്ന ഇടത് സഖ്യ നേതാവായ ജീൻ ലൂക്ക് മെലൻഷോൺ പറഞ്ഞിട്ടുണ്ട്. ഭരണം നടത്താൻ തങ്ങൾ തയ്യാറാണ്. യോജിപ്പുള്ളതും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതും വ്യക്തമായ സംഘടിത പരിപാടിയുള്ളതുമായ ഒരേ ഒരു ബദൽ തങ്ങളാണ് എന്നാണ് ജീൻ ലൂക്ക് മെലൻഷോൺ കൂട്ടിച്ചേർത്തത്. ന്യൂ പോപ്പുലർ ഫ്രണ്ടിനെ ലക്ഷ്യം വെച്ചുള്ള വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നിട്ടും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കാണിക്കുന്നത് ഫ്രഞ്ച് പൗരന്മാർ പാർട്ടിയിൽ അവരുടെ വിശ്വാസം അർപ്പിക്കുന്നു എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. 577 സീറ്റുള്ള ഫ്രാൻസിന്റെ പാർലമെന്റിന്റെ അധോസഭയായ നാഷണൽ അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷത്തിന് 289 സീറ്റുകളാണ് വേണ്ടത്. റെക്കോർഡ് പോളിംഗ് ആണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഫ്രാൻസിൽ രേഖപ്പെടുത്തിയത്. പ്രാദേശിക സമയം 5 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 59.71 ആയിരുന്നു പോളിംഗ് ശതമാനം. 1981 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്.